ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടക സ്പെഷ്യൽ മരുന്നുണ്ടയുമായിട്ടാണ്. അപ്പോൾ ഈ മാസത്തിലല്ലേ നമ്മൾ കൂടുതൽ ആയുർവേദ ചികിത്സയും മരുന്നൊക്കെ കഴിക്കുന്നത്. അപ്പം രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും വാദത്തിനും പിന്നെ നടുവേദനയുള്ളവർക്കും ഒത്തിരി നല്ലതാണ് ഈ മരുന്നുണ്ട. അപ്പോൾ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് വേണ്ട ചേരുവകളൊക്കെ ആയുർവേദ മരുന്ന് കടകളിലും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് വേഗം വീഡിയോ കണ്ടിട്ട് വരാം. മരുന്നുണ്ട തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഉലുവ 1/4 കപ്പ്, കറുത്ത എള്ള് 1/4 കപ്പ്, അയമോദകം 1/4 കപ്പ്, ചെറിയ ജീരകം 1/4 കപ്പ്, ആശാളി 1/4 കപ്പ്, കരിപ്പട്ടി ശർക്കര 1/4 കപ്പ്, 6 ഏലക്ക, ഒരു ചെറിയ കഷ്ണം ചുക്ക്. അപ്പോൾ മരുന്നുണ്ടയിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പരിചയപ്പെട്ടല്ലോ. പിന്നെ നമുക്കിതൊക്കെ ഓരോന്നായി വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ ആദ്യം വറുത്തെടുക്കാം. ചില സ്ഥലങ്ങളിലേക്ക് ഇതിലേക്ക് അരി കൂടി വറുത്തിടും. നമ്മുടെ ഉണക്കലരി ഇല്ലേ, അതുകൂടി വറുത്ത് ചേർക്കും. അപ്പം ഞാൻ ചെറിയൊരു അളവിലാണ് ഉണ്ടാക്കുന്നത്, അധികം ഉണ്ടാക്കി വെക്കുന്നില്ല. കർക്കിടക മാസത്തിൽ ഇതൊക്കെ കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാട്ടോ. ഉലുവ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി എള്ളിട്ട് കൊടുക്കാം. ഇത് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതുകൂടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ചെറിയ ജീരകം, ഇത് അടുപ്പത്ത് വെച്ചിട്ട് എങ്ങും മാറിക്കളയരുത്, കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഞാൻ പിന്നെയും പറയുകയാണ്. ഇനി ഇതുകൂടി സെയിം പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് അയമോദകം ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ അയമോദകത്തിൻ്റെ ഗുളിക വാങ്ങി കഴിക്കാറില്ലേ, അപ്പം അതിന് പകരം ഇതുപോലെ അയമോദകം വാങ്ങിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി. വളരെ നല്ലതാണ് ഗ്യാസ് ട്രബിളിനൊക്കെ. അടുത്തതായിട്ട് ആശാളി, ചെറുതായിട്ട് പൊട്ടുന്ന കണ്ടോ. ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കയും ചുക്ക് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കണ്ട, അതിട്ടാൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തത് കാരണമാണ് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഈ സെയിം പാനിലേക്ക് തന്നെ എടുത്തു വച്ചിരിക്കുന്ന കരിപ്പട്ടി ശർക്കര ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് പാനിയാക്കി എടുക്കാം. മരുന്നുണ്ടയ്ക്ക് എന്തായാലും കയ്പുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 1/4 കപ്പ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ ഒട്ടും നനവുണ്ടാവരുത്, നല്ല ഡ്രൈ ആയിരിക്കണം. ഇനി നന്നായി പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം.
ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചെറു ചൂടോടെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇച്ചിരി ചൂടോടുകൂടിയാണ് ഒഴിക്കുന്നത്. അതുകൊണ്ട് ആദ്യം സ്പൂണിൽ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നീട് കൈവച്ച് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ആദ്യം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഒന്നായിട്ട് ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇത് കറക്റ്റ് ഈ ഒരു പാകം ആവണം. ഒത്തിരി അങ്ങ് ലൂസായി പോയാൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. ഇനി നമ്മൾ കൈ വെച്ചിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കുക. കയ്യിലൊട്ടും നനവുണ്ടാവരുത്. കൈ വാഷ് ചെയ്തിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം. അതിന് ശേഷം മാത്രമേ ഇത് ഉരുട്ടിയെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്പ്പ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സെയിം കപ്പിന് ഒരു 1/2 കപ്പ് നമ്മുടെ ഉണക്കലരിയില്ലേ, അത് വറുത്ത് പൊടിച്ച് ചേർക്കാം. പിന്നെ വേണമെങ്കിൽ കുറച്ച് തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇപ്പം ഞാനിതൊന്നും ചേർക്കുന്നില്ല. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് കയ്യിൽ വെച്ച് നന്നായിട്ട് ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. കണ്ടോ? ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കർക്കിടക മാസത്തിൽ ഇതുപോലെ മരുന്നുണ്ട കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് രാവിലെയും രാത്രിയിലും ഭക്ഷണത്തിന് ശേഷം കഴിച്ചാൽ മതി. അപ്പോൾ ഇതൊരിക്കലും ടേസ്റ്റ് നോക്കി കഴിക്കരുത്. ഇതൊരെണ്ണം എടുത്ത് വായിലിട്ട് അലിയിച്ചിറക്കിയാൽ മതി. അത് കഴിഞ്ഞ് കുറച്ച് ചൂടുവെള്ളവും കൂടി കുടിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് കയ്പ്പ് നമുക്കറിയില്ല. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് വേഗം വരാം. താങ്ക് യു.